ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കണത്. അതായത് ഇന്ന് നിസാർ US നിന്ന് വരുക കേട്ടോ. അപ്പോൾ ആളെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് ഞങ്ങളിതേ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷവുമായാണ്ടോ ഞാനിന്ന് വന്നേക്കണേ. അപ്പോൾ അനസും ഷിനുവിൻ്റെയും കൂടെയൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് പോണത്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും പോവുകയാണ്. ഒരു 7:30 ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു 3/4 മണിക്കൂറോളം ഉണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക്. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ, ഫുള്ള് ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഇട്ട്. അതേപോലെ തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ ഗാർഡനൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓരോ തവണ വരുംതോറും ഓരോരോ ഇങ്ങനെ പുതിയ പുതിയ കാഴ്ചകൾ നമുക്ക് ആ ഭാഗത്ത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെടികളും പുല്ലുകളും ഒക്കെ ഇങ്ങനെ വെട്ടി നിർത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അതേ ഈ കാണുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. മുകളിലായിട്ട് സോളാറൊക്കെ പിടിപ്പിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ അവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യണില്ല. കാരണം വെച്ചാൽ നിസാർ ഇപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണില്ല കേട്ടോ. നേരിട്ട് നമ്മളിപ്പോൾ ആ ഭാഗത്ത് വന്ന് ആളെ പിക്ക് ചെയ്ത് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിതേ യാത്രക്കാർ വരണ ആ ഭാഗത്തേക്കാണ്ടോ നമ്മളിപ്പോൾ എത്തിയേക്കണത്. അങ്ങനെ നമ്മളവിടെ ചെന്ന് ഉടനെ തന്നെ നിസാർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ആൾ വരുമ്പോൾ തന്നെ പാത്തു ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിച്ചെല്ലണ ഒരു ഇതാണ് ഭാഗമാണ് ഞാൻ കാണുന്നത്. പിന്നെ കൂടുതലൊന്നും അവിടെ ഇരുന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അതിന് ശേഷം നമ്മൾ തിരിച്ച് പോവാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പോണ വഴിക്ക് ഇനിയിപ്പോൾ ഡിന്നറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ആൾ വന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും കൂടി ഡിന്നറൊക്കെ ഇരുന്ന് കഴിച്ച് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ആലുവ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഹോട്ടൽ താലിലാണ് കേട്ടോ വന്നേക്കണത്. ഹൈവേയുടെ സൈഡിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ കയറി. അപ്പോൾ 2 നിലകളിലായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അത്. അപ്പം നമ്മൾ മുകൾ നിലയിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ സീറ്റൊക്കെ കിട്ടി. അപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ഒരു കുറവായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ്. അപ്പോൾ അതേ അവിടെ ഒരുപാട് ഇൻറ്റീരിയറിൽ ഇങ്ങനെ കുറേ ചെടികളും കുറേ പെയിൻറ്റിങ്ങുകളൊക്കെ നമ്മൾക്ക് കാണാം. അപ്പോൾ കൂടുതലൊന്നും ഞാൻ വീഡിയോയൊന്നും എടുത്തില്ല കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ വർത്താനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ അധികം നേരം വീഡിയോയൊന്നും അങ്ങനെ കൂടുതൽ എടുത്തില്ല. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അപ്പോൾ കുറച്ച് നേരം ടൈമൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഫുഡ് വരാനായിട്ട്. അപ്പോൾ അതേ നമ്മൾക്ക് അൽഫാമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഫ്ഗാനി അൽഫാം, പിന്നെ അതുപോലെ നൂൽ പൊറോട്ട, ചില്ലി ചിക്കൻ, അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാൽക്കപ്പയായിരുന്നേ. പാൽക്കപ്പയും ബീഫ് റിബും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഓരോന്നായിട്ടാണ് ഓരോ ഡിഷുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം ഒരുപാട് എടുത്തെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓരോ ഫുഡുകളും നല്ല ചൂടോടുകൂടി അവരവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്താണ്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ അവിടെ പല ടൈപ്പ് അൽഫാമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അൽഫാം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഫ്ലേവറും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പതുക്കെയാണ്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ്ടോ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത അൽഫാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതേ ലെമൺ ജ്യൂസ്, ലെമൺ ടീ, കോഫി അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിള്ളേരൊക്കെ ഇതേ ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് അതാണ്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതേ ലെമൺ ടീ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ അതുപോലെ അതേ കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിനുവിന് കോഫിയാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അതേ ഇവിടെ ബേബി ഇവിടെ ഒരു ബെഡിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങും കേട്ടോ. അവളിങ്ങനെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കിടത്തിയൊക്കെയാണ്. ആൾ കുഴപ്പമൊന്നുമില്ല, നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ അതേ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ലേറ്റായി എങ്കിൽ പോലും അവിടെ ഇങ്ങനെ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
കാരണം ഞങ്ങളെല്ലാവരും കുറേ നേരം അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അവിടെ കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ കളികൾ കാണാൻ വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഐഷയും ബാത്തും റാസും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അവരൊക്കെ തിരിച്ചു പോകാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്തേലും അവരൊന്നും വന്നില്ല, ഈ കളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളും കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. പിന്നെ കളി ഇപ്പോൾ തീരണ മട്ടൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ്. അപ്പോൾ നിസാറും ഒരുപാട് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.